സഞ്ചാർ സാഥി എന്നൊരു ആപ്പ് ജനങ്ങളുടെ ഫോണിൽ നിർബന്ധമായി വരാൻ പോകുന്നു. ജനാധിപത്യമുള്ള ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. എന്താണ് ഈ ആപ്പ്? യഥാർത്ഥത്തിൽ ഈ ആപ്പിൻ്റെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് ഒരു സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്നുള്ളതാണ്. ആ കടന്നുകയറ്റമാണെന്ന് പറയുമ്പോൾ ജനങ്ങൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു കടന്നുകയറ്റമാണ്. കാരണം അത് ഈ ആപ്പ് എന്താണ്, അതിൻ്റെ പ്രവർത്തനം എന്താണ് എന്നറിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ആപ്പ് മാൻഡേറ്ററി ആയി എല്ലാ മൊബൈൽ മാനുഫാക്ചറോടും അതുപോലെ ഇമ്പോർട്ട് ചെയ്യുന്ന ആളുകളോടും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോടും ഒക്കെ അത് ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് പറഞ്ഞേക്കാണ്. കൂടാതെ നിലവിലുള്ള മൊബൈൽ കണക്ഷനുകളിൽ മൊബൈൽ വിറ്റിട്ടുള്ളതിലും ഒക്കെ തന്നെ മൊബൈൽ കമ്പനികളുടെ സോഫ്റ്റ്വെയറുകൾ വഴി ഇത് ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് പറഞ്ഞേക്കാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ SMS നമുക്ക് വായിക്കാൻ കഴിയും എന്നുള്ളതാണ്. SMS വേണമെങ്കിൽ അയക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു ആപ്പാണിത്. രണ്ടാമത്തേത് വാട്സപ്പ് ചാറ്റുകൾ മോണിറ്റർ ചെയ്യാൻ പറ്റും, അവർക്ക് വരുന്ന ഫോൺ കോളുകൾ മോണിറ്റർ ചെയ്യാൻ പറ്റും, അത്തരത്തിൽ അവരുടെ ഗൂഗിൾ പേകൾ മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ ഏതാണ്ട് അവരുടെ ഫോണിനകത്തുള്ള എല്ലാ ഓപ്പറേഷൻസും തന്നെ സാധ്യമാകുന്ന ഒരു ആപ്പാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ സ്വകാര്യത അങ്ങേയറ്റം ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിന് ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം ഈ ആപ്പ് വളരെ നല്ലതാണെന്നാണ്. അതിന് ഗവൺമെൻറ് പറയുന്നത് ഈ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ കുറേ മൊബൈലുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മൊബൈലുകൾ പലതും കളഞ്ഞുപോയി. അപ്പോൾ 7 ലക്ഷത്തോളം മൊബൈലുകൾ കളഞ്ഞുപോയി. അപ്പോൾ അങ്ങനെ 7 ലക്ഷത്തോളം മൊബൈലുകൾ കളഞ്ഞു പോയപ്പോൾ അത് തിരികെ കിട്ടാനായിട്ട് ഈ ആപ്പ് സഹായിച്ചു. കൂടാതെ നിങ്ങൾക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ആപ്പ് കൊടുക്കുന്നത്. കാരണം നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ വളരെ വാല്യുബിൾ ആയിട്ടുള്ള വളരെ വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നഷ്ടപ്പെടരുത്. കാരണം നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള നരേന്ദ്രമോദി ഗവൺമെൻറ് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിനെ കുറിച്ച് വളരെ ആശങ്കപ്പെടുന്നു, അല്ലെങ്കിൽ അത് സുരക്ഷിതമായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഉണ്ണി പറഞ്ഞ പോലെ ഇതൊന്നുമല്ല അതിൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ ഗവൺമെൻറ് ഇപ്പോൾ തൽക്കാലം പറയുന്നത് ഇതാണ്. നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഇന്ത്യ നോർത്ത് കൊറിയയിലേക്ക് നീങ്ങുകയാണ് എന്ന് പറയുന്നു. അതായത് ഫാസിസത്തിൻ്റെ ഏറ്റവും മൂർത്തമായ ഒരു മേഖലയിലേക്ക് ഇന്ത്യ കടക്കുന്നു. ഇന്ത്യൻ പൗരന്മാരെ സ്റ്റേറ്റ് നിരീക്ഷിക്കുന്നു. സ്റ്റേറ്റ് ആരൊക്കെയോ ഭയപ്പെടുന്നു. പൗരനെ ഭയപ്പെടുന്ന ഒരു സ്റ്റേറ്റായി മാറുന്നു. പൗരനും സ്റ്റേറ്റിനും പരസ്പരം ഒരു ഭീഷണി ഇതിൽ ഉയർന്നു വരുന്നു. ഇതിനെങ്ങനെ മറികടക്കാം? അല്ല, യഥാർത്ഥത്തിൽ താങ്കൾ പറഞ്ഞതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്ത്യയിലെ കോടിക്കണക്കായ മനുഷ്യർ മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകൾ അവരെന്ത് കാണണം, എന്ത് കാണരുത് എന്നൊക്കെ പോലും തീരുമാനിക്കാൻ ഈ ആപ്പിന് കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, നിങ്ങളുടെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഈ ആപ്പ് വഴി എടുക്കാൻ കഴിയുമെന്നാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ വ്യത്യാസമൊന്നുമില്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏകാധിപത്യ പ്രവണത കാണിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ സ്വകാര്യതയിലേക്ക് കൂടി കടന്നു കയറുന്നു എന്നുള്ളതാണ്. ഇതിനൊരു മുൻപ് ഇതിനൊരു ഉദാഹരണമുണ്ട്. നമുക്കെല്ലാം അറിയുന്നത് പോലെ നേരത്തെ ഇസ്രായേലിൽ നിന്നുള്ള പെഗാസസ് എന്ന് പറയുന്ന ഒരു ആപ്പ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരും ഹൈക്കോടതിയിലെ ജഡ്ജിമാരും അടക്കം ഇവർക്ക് നിരീക്ഷിക്കേണ്ട ആളുകളുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ ആളുകളുടെ മൊബൈലുകളിലേക്ക് ഇവർ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു എന്ന് പറയുന്ന വിവരം പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വിവരം പുറത്തേക്ക് വന്നപ്പോൾ അങ്ങനെ ഒരാളുകളിലേക്ക് മാത്രമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്താണ്, നമുക്ക് മുഴുവൻ ജനങ്ങളെയും തന്നെ ഇതുപോലെ നിരീക്ഷിച്ച് കളയാം എന്ന് യഥാർത്ഥത്തിൽ BJPക്ക് ഒരു ബുദ്ധി തോന്നി. ഈ ബുദ്ധി തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആപ്പ് വരുന്നത്. പിന്നെ ഇതിലെ ഏറ്റവും വലിയ രസകരമായ കാര്യം, പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തോന്നും 7 ലക്ഷത്തോളം നമ്മുടെ മൊബൈൽ നഷ്ടപ്പെട്ടാൽ ഈ സഞ്ചാർ സാഥി ആപ്പ് അതിനകത്തുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും, പ്രവർത്തനരഹിതമാക്കാൻ സാധിക്കും, അത് തിരിച്ചെടുക്കാൻ കഴിയും. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെ നല്ല കാര്യമാണെന്ന് തോന്നും. യഥാർത്ഥത്തിൽ ഇത് എന്താണ് സംഭവിക്കുന്നത്? നരേന്ദ്രമോദി സ്വന്തം കഴിവുകേട് ഉറക്കെ വിളിച്ചു പറയുകയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ നമുക്കറിയാം സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറഞ്ഞാൽ SIR എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നു. എന്താണ് ആ പദ്ധതി കൊണ്ടുവന്നപ്പോൾ ഗവൺമെൻറ് പറഞ്ഞത് ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസ് ഇങ്ങോട്ട് കയറിയിട്ടുണ്ടെന്നാണ്. അതായത് ഇന്ത്യയിലെ ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ്, BJP ഗവൺമെൻറ്റും ഇല്ലീഗൽ മൈഗ്രൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ കഴിവുകേടിന് ഈ നാട്ടിലെ കോടിക്കണക്കാനായിട്ടുള്ള ആളുകൾ മുഴുവൻ ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്ന ഒരു പണിഷ്മെൻറ്റ് ജനങ്ങൾക്ക് തരികയാണ് ചെയ്തിട്ടുള്ളത്. ഇതിലും അത് തന്നെയാണ് ചെയ്യുന്നത്. മൊബൈൽ കളവ് പോകുമ്പോൾ ഏതൊരു സാധനവും കളവ് പോകുന്നത് പോലെ അത് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് കഴിയേണ്ടതിന് പകരം 140 കോടിയോളം വരുന്ന ജനങ്ങളുടെ സ്വകാര്യതയിലേക്ക് അവരുടെ മൊബൈലിൽ അവരെന്ത് കാണണം, അവരെന്താണ് ഓർഡർ ചെയ്യുന്നത്, അവർ ഏത് തരത്തിലാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നൊക്കെ തന്നെ കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കൂടി ഉണ്ട്. അതെന്താണെന്നറിയാമോ? ഇത് വലിയൊരു ഡാറ്റ ബിസിനസ്സിനുള്ള കളം കൂടി ഒരുക്കുകയാണ്. ഒന്ന്,
തീർച്ചയായിട്ടും ഇലക്ഷൻ എഞ്ചിനീയറിംഗ് കുറെ കൂടി ഗംഭീരമായി നടപ്പാക്കാൻ, ആളുകളെ സ്വാധീനിക്കാൻ ഇതുവഴി കഴിയും. കാരണം ഇതുവഴി മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ ഡാറ്റാബേസ് കിട്ടുമെന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇത് തുറന്നെടുത്ത വലിയൊരു ബിസിനസ് സാധ്യതകൾ കൂടിയുണ്ട്. അതെന്താണ്? അതിപ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള ആളുകളാണ്, നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ വെൽത്ത് എന്തോരമാണ്, നമുക്ക് എത്രത്തോളമാണ് നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ്, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഓൺലൈനിലൂടെയും നമുക്ക് സജഷനുമായിട്ടൊക്കെ പ്രൊഡക്ട്സ് വന്നുകൊണ്ടേയിരിക്കും. ആ പ്രൊഡക്ട്സ് ഒക്കെ വരാനുള്ള ഒരു ബേസിക് മിനിമം ഡാറ്റ ഗവൺമെൻറ് എടുത്തു വെക്കാണ്. പക്ഷേ അങ്ങനെ ഡാറ്റ എടുത്ത് അവർ വിൽപ്പന നടത്തുന്നു എന്ന് പറയുന്നത് നമുക്ക് പിന്നെ സഹിക്കാം. പക്ഷെ അതിനേക്കാൾ വലുത് യഥാർത്ഥത്തിൽ ഒരു ഗവൺമെൻറ്റിനെതിരെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളെയോ അല്ലെങ്കിൽ പ്രകടനങ്ങളെയോ ഏതെങ്കിലും തരത്തിലുള്ള സംഘം ചേരലുകളെയോ ഒക്കെ തന്നെ ഇത് ഒബ്സർവ് ചെയ്യാനും യഥാർത്ഥത്തിൽ നമ്മളൊക്കെ എന്ത് കാണണം, എന്ത് ചിന്തിക്കണമെന്നൊക്കെ വേണമെങ്കിൽ സ്വാധീനിക്കാനും കഴിയുമെന്നുള്ളതാണ്. ഇത് വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തിട്ടുണ്ട് ഇപ്പം തന്നെ. അതുകൊണ്ട് ഇത് നടപ്പിലാക്കാൻ കഴിയുമോ എന്നറിയില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന് പറയുന്ന മിനിസ്റ്റർ, അദ്ദേഹമാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോം ഇൻഡസ്ട്രിയുടെ മിനിസ്റ്റർ. അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞേക്കണം, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്കിത് രജിസ്റ്റർ ചെയ്താൽ ഇത് പ്രവർത്തനം ആരംഭിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാതിരിക്കാം, വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. പക്ഷെ അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടാൽ ഞങ്ങളോട് ചോദിക്കാൻ പറ്റരുതാണ്. അതാണ് ഏറ്റവും വലിയ അടുത്ത ഭാഷ. അതായത് നമ്മുടെ വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ താമസിക്കുമ്പോൾ ഇനിയിപ്പോൾ അടുത്തത് വേണമെങ്കിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് പറയാൻ പോകുന്നത്, നിങ്ങളുടെ വീടുകളിലെല്ലാം ഫുൾ ക്യാമറ വെച്ചോളൂ, ഞങ്ങളിവിടെ ബെഡ്റൂമിലും ബാത്റൂമിലും അടക്കം ക്യാമറ വെക്കും, ഞങ്ങളിവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കാം. ഇനി ഇത് നിങ്ങൾ വെച്ചില്ലെങ്കിൽ നാളെ ഏതെങ്കിലും കള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പറയരുത്, കാരണം വെച്ചാൽ കള്ളം വന്ന് കട്ടണ്ട് പോയാൽ ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല, ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കാം എന്ന് പറയുന്ന പോലെയാണ്. സത്യത്തിൽ ഇതൊരു ഗവൺമെൻറ്റിൻ്റെ അങ്ങേയറ്റത്തെ ഇൻഎഫിഷ്യൻസിയുടെ പ്രകടനമാണ് ഈ പറയുന്ന SIRഉം ഇതുപോലെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. പലപ്പോഴും ഇതൊക്കെ വളരെ കൃത്യമായി നരേറ്റ് ചെയ്ത് ഇത് ആളുകൾക്ക് ആവശ്യമാണ് എന്ന് തോന്നിപ്പിക്കാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇനി ഉണ്ണി അറിയേണ്ടത്, കേരളത്തിൽ ഇപ്പോൾ ഈ മൊബൈൽ കിട്ടിയാൽ ആളുകൾ ഡിലീറ്റ് ചെയ്യുമായിരിക്കും. ബീഹാറിലും ബംഗാളിലും ഒറീസയിലും ഈ പറഞ്ഞ പോലെ ഭീമാരു സ്റ്റേറ്റുകളിലേക്കുള്ള ആളുകൾ, അവരുടെ കൈകളിലേക്ക് ഒരു മൊബൈൽ കിട്ടിയാൽ അതിനകത്ത് എന്താണെന്ന് പോലും അവർക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരാരും ഇത് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ ജനത്തെ യഥാർത്ഥത്തിൽ ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കാൻ ഒരു കേന്ദ്ര ഭരണകൂടം തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ, താങ്കൾ പറഞ്ഞത് നോർത്ത് കൊറിയയിലെ കിം ജോങ് ഉന്നിനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ അതിനേക്കാൾ വലിയ ഫാസിസത്തിലേക്കാണ് ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വേറെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഒരു രാജ്യദ്രോഹിക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടും രാജ്യദ്രോഹിയാവാം, നിശബ്ദനായി ഇരുന്നു കൊണ്ടും രാജ്യദ്രോഹിയാവാം. രാജ്യദ്രോഹി ചിലപ്പോൾ ഒന്നും അറിയാത്ത ഒരാൾ, അയാളുടെ ചിന്ത മുഴുവൻ രാജ്യദ്രോഹമായിരിക്കും. ചിലർ വിളിച്ചു പറഞ്ഞ് പ്രസംഗിക്കുന്നതെല്ലാം രാജ്യദ്രോഹമായിട്ട് സ്റ്റേറ്റിന് കണക്കാക്കാം. അപ്പോൾ ഈ രാജ്യദ്രോഹി എവിടെയുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെയാണ് രാജ്യദ്രോഹി? ഒരു രാജ്യദ്രോഹി എപ്പോഴും ഭയപ്പെടുന്ന ഒരു സ്റ്റേറ്റ്, അതിലൊരു ഒബ്സർവേഷൻ. അതാണോ ഇതിൻ്റെ ഒരു, ജനങ്ങളെല്ലാം രാജ്യദ്രോഹികളാണെന്ന് സംശയിക്കുന്ന ഒരു സ്റ്റേറ്റ് ആയി ഇന്ത്യ മാറുകയാണ്? അല്ല, യഥാർത്ഥത്തിൽ ഇപ്പോൾ നാളെ കേരളത്തിലൊരു നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷൻ, ഇപ്പോൾ താങ്കളുടെ വീടിനടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ഇത് ഒരു SHO ഒരു ഉത്തരവിറക്കുകയാണ്. അതായത് നിങ്ങളുടെ വീട്ടിൽ മുഴുവൻ ക്യാമറ സ്ഥാപിച്ചിട്ട് അതിൻ്റെ കീ എനിക്ക് തരൂ എന്ന് പറയുന്ന ഒരു ഉത്തരവിറക്കിയാൽ അത് എത്രത്തോളം വിചിത്രമായിരിക്കും. അല്ലെങ്കിൽ പുള്ളി അടുത്ത വാചകവും കൂടി പറയുകയാണ്, ഇനി അങ്ങനെ ഉത്തരവിറക്കിയിട്ട് നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ഉത്തരവിറക്കിയിട്ട് നിങ്ങളത് പാലിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ അനുഭവിച്ചാൽ മതി, ഏതെങ്കിലും കള്ളം വന്ന് കയറിയാലോ വീട്ടിലാരെങ്കിലും ആക്രമിക്കപ്പെട്ടാലോ എനിക്ക് ബാധ്യതയില്ലെന്ന് പറഞ്ഞാൽ എത്ര വിവരക്കേടായിരിക്കും. അതാണ് ഇതിൻ്റെ കാര്യം. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ രാജ്യദ്രോഹി എന്നൊക്കെ പറയുന്ന ഒരു ടേം എന്നൊക്കെ പറയുന്നത്, യഥാർത്ഥത്തിൽ ആരാണ് രാജ്യത്തോട് ദ്രോഹം ചെയ്യുന്നത്? ആ രാജ്യത്തോട് ദ്രോഹം ചെയ്യുന്നത് ഇതുപോലെ ജനങ്ങളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നവരൊക്കെ രാജ്യത്തോട് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് വർഗീയത പടർത്താൻ ശ്രമിക്കുന്നവർ രാജ്യത്തോട് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് രാജ്യദ്രോഹി എന്നൊക്കെ ഉള്ളത് വലിയൊരു ടേമാണ്. അതിപ്പോൾ ഞാൻ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല ഉണ്ണി. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സഞ്ചാർ സാഥി എന്ന് പറയുന്നത് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന വെറും ഒരാളല്ല, പെഗാസസിൻ്റെ ഒരു വലിയ രൂപമാണ് ഇസ്രായേലിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സോഫ്റ്റ്വെയറിൻ്റെ. അപ്പോൾ അത്തരത്തിൽ ഒരു ചാരക്കണ്ണുകളോടെ നമ്മളെ നിരീക്ഷിക്കാൻ ഒരു ഗവൺമെൻറ് തയ്യാറെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് ഭയമായിരിക്കുന്നു എന്നാണ്. അത് ഈ ജനത്തിനെ, ഇവിടുത്തെ ഈ പറഞ്ഞ ജനത്തിനെ അങ്ങനെ പറ്റിക്കാൻ കഴിയില്ലെന്നും അവരെന്തൊക്കെ ചിന്തിക്കുന്നു, ഏതെങ്കിലും ഞങ്ങൾക്കെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ചിന്തിക്കുന്നുണ്ടോയെന്നും അവർ തിരിച്ചറിയാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു എന്നാണ്. കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ അടിയിൽ നിന്നും യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ നിരീക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു പാഠം ഗവൺമെൻറ് പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് ഇതൊന്നും എളുപ്പത്തിൽ നടപ്പാകുന്ന കാര്യമല്ല എന്ന് വരും ദിവസങ്ങളിൽ സംഘപരിവാറിനും BJPക്കും നരേന്ദ്രമോദിക്കും ഒക്കെ വ്യക്തമായി മനസ്സിലാവും. ബിഗ് ബോസ് എന്നൊരു സിനിമ, ഒരു പരിപാടി ഉണ്ടല്ലോ മോഹൻലാലിൻ്റെ സിനിമ. ഈ ബിഗ് ബോസ് പരിപാടിയിൽ എല്ലാവരാലും നിരീക്ഷിക്കപ്പെടുന്നൊരവസ്ഥയാണ്. അവിടെ ലിഖിതമായ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ തെറ്റിക്കുന്നവൻ നിരീക്ഷിക്കപ്പെടുന്നു എന്ന ഭീതിയിലാണ് അവിടെ ഒരാൾക്കാരും പറയുന്നത്.
അത്തരമൊരു ബിഗ് ബോസിൽ അഭിനയിക്കുന്ന രീതിയിൽ ഇന്ത്യയിൽ ഇന്ത്യൻ പൗരന്മാർ മാറിപ്പോകുന്നൊരവസ്ഥയിലേക്ക്. അല്ലല്ല, ഉണ്ണി പറഞ്ഞ ആ എക്സാമ്പിൾ അതിനോട്ട് യോജിക്കുന്നതല്ല. അപ്പം ഞാൻ തുറന്നു തന്നെ പറഞ്ഞാൽ പ്രധാനപ്പെട്ടൊരു കാര്യം ഇതും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഇപ്പം എന്താ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ പോലും ആ ആളുകളോട് പറയുന്നുണ്ട്, നിങ്ങൾ ക്യാമറ കണ്ണുകളിലാണ്, ഞങ്ങളുടെ ഇവിടെ 64, 70, 100 ക്യാമറകളുണ്ട്, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഒപ്പിയെടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസ് പോലും ഒരു മാന്യത കാണിക്കുന്നുണ്ട്. കാരണം അവർ രഹസ്യമായി പറയണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഇവിടെ പറയരുത് എന്ന് പറയുന്നുണ്ട്. ഇത് അതുപോലുമല്ല, ഇത് നമ്മൾക്കുള്ള വാട്സാപ്പും അതുപോലെ തന്നെ ഇപ്പോൾ ഫേസ്ബുക്കും അതുപോലെ ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ SMS എല്ലാം നമ്മൾ ആർക്കെങ്കിലും അയച്ചാൽ അതെല്ലാം തന്നെ ഗവൺമെൻറ് ഇനി കാണാൻ കഴിയും ഈ സഞ്ചാർ സാഥി ആപ്പിലൂടെ എന്ന് പറയും. അല്ലെങ്കിൽ ആരുടെ വേണമെങ്കിലും ഏത് നിമിഷമോ അവർക്ക് എടുക്കാൻ കഴിയും. നേരത്തെയൊക്കെ ഉണ്ണിക്ക് അറിയായിരിക്കും, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോമിൽ നിന്ന് ഒരാളുടെ ഫോൺ ചോർത്തൽ നടത്തണമെങ്കിലൊക്കെ തന്നെ അതിന് വലിയ പ്രൊസീജിയറാണ്. അപ്പോൾ അത്തരം പ്രൊസീജിയറൊക്കെ ഉണ്ട്. ആ പ്രൊസീജിയർ ഒന്നും സാധ്യമാകാത്ത രീതിയിൽ, വേണ്ടാത്ത രീതിയിൽ വളരെ എളുപ്പത്തിൽ ഈ ക്യാമറ കണ്ണുകളുടെ ഇതും കൊണ്ട് കയ്യിലേക്ക് കിട്ടുകയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്താ? ബാത്റൂമിൽ പോകുമ്പോൾ പോലും നിങ്ങളൊരു മൊബൈൽ കൊണ്ടുപോകുന്ന ആലോചിക്കണം. അതായത് അവിടെ നിന്ന് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി പോലും നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും ബിഗ് ബോസ് കാണിക്കുന്നില്ല. അതുകൊണ്ട് ബിഗ് ബോസിനേക്കാൾ വലിയ പ്രശ്നമാണിത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനി ഇപ്പം തന്നെ ഇത് നിരാകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിയില്ല, ഞങ്ങളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പോളിസികൾക്ക് ഘടകവിരുദ്ധമാണ്. കാരണം അവർ ലോകത്ത് വേറെ ഏതെങ്കിലും രാജ്യത്തിൽ ഇത്തരത്തിലുള്ളൊരു പോളിസി കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് സാധ്യമാകുന്ന കാര്യമല്ല. പക്ഷെ ഞാൻ കാത്തിരിക്കുകയാണ്, എത്രത്തോളം കൂടുതൽ ഒരു ഞെരുക്കാൻ വേണ്ടി ഒരു ഗവൺമെൻറ് ശ്രമിക്കുന്നോ അത്രത്തോളമോ അല്ലെങ്കിൽ അതിൻ്റെ 3 ഇരട്ടിയായോ പ്രതിഷേധങ്ങൾ ഇന്ത്യ പോലൊരു മഹാരാജ്യത്ത് ഉയർന്നു വരും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം നമുക്കെല്ലാം അറിയാം, അടിയന്തരാവസ്ഥ കാലത്ത് വലിയ അമർച്ച ചെയ്യാൻ ശ്രമിച്ചിരുന്നു, വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. ഭയപ്പെടുത്തിക്കൊണ്ട് ഒരാളെ ഈ പറഞ്ഞ പോലെ അങ്ങനെയൊന്നും കീഴ്പ്പെടുത്താൻ ഇന്ത്യ മഹാരാജ്യത്തെ കഴിയില്ല. അതുകൊണ്ട് ഇതൊരു വൃഥാ വ്യായാമമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.